ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ശ്ലോകം 23, ഭഗവത്ഗീത 13-ാമത്തെ അധ്യായം. മനോഹരമായിട്ടുള്ള ശ്ലോകം. ഉപദൃഷ്ടാനുമന്ദ ച ഭർത്ത ഭോക്ത മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരഃ. ഉപദൃഷ്ടാനുമന്ദ ച ഭർത്ത ഭോക്ത മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരഃ. ഉപദൃഷ്ടാനുമന്ദ ച ഭർത്ത ഭോക്ത മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരഃ. യെസ്, വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉപദ്രഷ്ടാനുമന്ദാ ച ഭർത്താ ഭോക്താ മഹേശ്വരാഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരഃ. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കൂ. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉപദ്രഷ്ടാനുമന്ദാ ച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉപദ്രഷ്ടാനുമന്ദാ ച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉപദ്രഷ്ടാനുമന്ദാ ച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഉപദ്രഷ്ടാനുമന്ദാ ച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേ അസ്മിൻ പുരുഷ പരഃ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. ഹരേ കൃഷ്ണ. പ്രഭുപാദിക്ക് ജയ്. ഇന്ദ്രിയാതീതനായൊരു ഭോക്താവുണ്ട്. ഈ ശരീരത്തിൽ സർവാധിപതിയും ഉപദ്രഷ്ടാവും അനുമതിദായകനുമായ ആ പരമപുരുഷനെ പരമാത്മാവെന്ന് പറയുന്നു. എപ്പോഴും വ്യക്തിഗത ജീവാത്മാവിനോട് ചേർന്നു നിൽക്കുന്ന പരമാത്മാവെ ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് ഇവിടെ പ്രസ്താവിക്കുന്നു. സാമാന്യനായ ഒരു ജീവസത്തയല്ല ഈ പരമപുരുഷൻ. അദ്വൈതികളുടെ ദൃഷ്ടിയിൽ ക്ഷേത്രജ്ഞൻ ഒന്നേയുള്ളൂ. പരമാത്മാക്കൾ വ്യത്യസ്തരല്ലെന്നാണ് അവരുടെ വാദം. സത്യം വ്യക്തമാക്കാൻ ഇവിടെ ഭഗവാൻ താൻ പരമാത്മാവായി എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നുവെന്ന് പ്രസ്താവിച്ചത് വ്യക്തിഗത ജീവാത്മാവിൽ നിന്ന് ഭിന്നനാണ് അദ്ദേഹം. പരൻ അതീന്ദ്രിയൻ കൂടിയാണ്. വ്യക്തിഗത ജീവാത്മാവ് ഒരു പ്രത്യേക ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങളെ അനുഭവിക്കുന്നു. എന്നാൽ ശാരീരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന പരിമിതി പൂണ്ട ഒരു ഭോക്താവല്ല പരമാത്മാവ്. പിന്നെയോ സാക്ഷിയും ഉപദ്രഷ്ടാവും അനുമതിദായകനും പരമോപഭോക്താവുമത്രേ. അദ്ദേഹം ആത്മാവല്ല, പരമാത്മാവാണ്, ഇന്ദ്രിയാതീതനുമാണ്. ആത്മാവും പരമാത്മാവും ഒന്നല്ല എന്നത് സുവ്യക്തമാണ്. പരമാത്മാവിന് സകല ദിക്കുകളിലും കൈകാലുകളുണ്ട്. വ്യക്തിഗത ജീവാത്മാവിന് അതില്ല. സർവേശ്വരനായ പരമാത്മാവെ വ്യക്തിഗത ജീവാത്മാവിന് അഭീഷ്ട ഭോഗങ്ങൾ കൈവരുത്താൻ വേണ്ടി ഹൃദയത്തിൽ വാണരുളുകയാണ്. ഭഗവാന്റെ അനുമതിയില്ലാതെ ജീവന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. വ്യക്തിഗതാത്മാവെ ഭുക്തനും ഭഗവാൻ ഭോക്താവ് അഥവാ പരിപാലകനുമാണ്. എണ്ണമറ്റ ജീവാത്മാക്കളുടെ കൂടെ അവയോടൊപ്പം സുഹൃത്ത് എന്ന നിലയിൽ വാഴുന്നു പരമാത്മാവ്. ഓരോ വ്യക്തിഗത ജീവാത്മാവും പരമപുരുഷന്റെ ഒരംശം മാത്രമാണ്. അത്യന്തം ഗാഢമാണ് അവർക്കുള്ള സൗഹൃദ ബന്ധം. എങ്കിലും പ്രകൃതിയെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിൽ ഭഗവത് നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞ് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള പ്രവണതയുണ്ട് ജീവന്. ഈ പ്രവണതയുള്ളത് കൊണ്ടാണ് അതിന് ഭഗവാന്റെ തടസ്സ ശക്തിയെന്നു പേർ വന്നതും. ജീവാത്മാവിനെ ഭൗതിക ശക്തിയിലോ ആധ്യാത്മിക ശക്തിയിലോ നിലയുറപ്പിക്കാൻ കഴിയും. ജീവാത്മാവ് ഭൗതിക ശക്തിയുടെ സ്വാധീനത വലയത്തിൽ അകപ്പെട്ടിരിക്കുന്ന കാലത്തോളം തന്റെ സുഹൃത്തായ പരമാത്മാവിന്റെ രൂപത്തിൽ പരംപുരുഷനായ ഭഗവാൻ അവനെ ആധ്യാത്മിക ഗതിയിലേക്ക് തിരിച്ചു കൊണ്ടു പോകുവാനായി കൂടെ വാഴുന്നു.
ജീവാത്മാവിനെ ആധ്യാത്മിക ശക്തിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ഭഗവാന് ഔത്സുക്യം. എന്നാൽ തനിക്കുള്ള മിതമായ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവൻ ആധ്യാത്മിക തേജസ്സിനോടുള്ള സമ്പർക്കത്തെ തുടർച്ചയായി തള്ളിക്കളയുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ഈ ദുരുപയോഗം തന്നെ ബദ്ധമായ അവസ്ഥയിൽ ജീവാത്മാവിനെ നേരിടുന്ന ഭൗതിക ക്ലേശങ്ങൾക്ക് കാരണം. ഭഗവാനാകട്ടെ ഉള്ളിൽ നിന്നും പുറമേ നിന്നും ഒരുപോലെ നിർദ്ദേശങ്ങൾ നൽകി പോരുന്നു. പുറമേ നിന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെയുള്ള നിർദ്ദേശങ്ങൾ ഉള്ളിൽ നിന്നു ഭൗതിക ലോകത്തിൽ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ സന്തുഷ്ടി ഉളവാക്കുകയില്ലെന്ന് ജീവാത്മാവിനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് എന്നിൽ വിശ്വസിക്കൂ എന്ന് നിനക്ക് സന്തുഷ്ടി നേടാം എന്ന് പരമാത്മാവ് മന്ത്രിക്കുന്നു. പരമാത്മാവായ ഭഗവാനിൽ വിശ്വാസമർപ്പിക്കാൻ സാധിച്ച ബുദ്ധിമാനായ മനുഷ്യനെ സച്ചിദാനന്ദാത്മകമായൊരു ജീവിതത്തിലേക്ക് പുരോഗമിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഈ വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഇവിടെ ഭഗവാൻ പറയുന്നു പരമാത്മാവിൻ്റെ രണ്ട് ജോലികൾ, പരമാത്മാവ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഉപദൃഷ്ട, അനുമന്ത. ഉപദൃഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നോക്കിക്കാണുന്നു. അനുമന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതം കൊടുക്കുന്നു, പെർമിഷൻ കൊടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ. ആ ഒരു പെർമിഷൻ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതെല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഏത് കാര്യമാണെങ്കിലും, നല്ല കാര്യം ചീത്ത കാര്യമൊന്നുമില്ല, എന്ത് കാര്യത്തിനും ഭഗവാന്റെ പെർമിഷൻ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഉപദൃഷ്ട എന്ന് പറഞ്ഞാൽ എല്ലാം നോക്കിക്കാണുന്നു. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നു, ഇതെല്ലാം അദ്ദേഹം നോക്കിക്കാണുന്നു. ഭർത്ത ഭോക്ത മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പര. സോ അതാണ് ഭഗവാന്റെ ഈ പരമാത്മാവിൻ്റെ റോളാണ് ഇവിടെ പറയുന്നത്. ഈ പരമാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവിനെ പോലെയല്ല, വ്യത്യാസമുണ്ട്. ജീവാത്മാവ് ഇൻഡിവിജ്വലാണ്, നമ്മൾ ഈ ശരീരത്തിനകത്തുണ്ട് എന്ന് നമ്മൾ പറയുന്നു. പരമാത്മാവും ഉണ്ട്, ഭഗവാനും ഉണ്ട്. എന്നാൽ പരമാത്മാവ് എല്ലാ ശരീരത്തിലും ഉണ്ട്, എല്ലാ ചരാചരങ്ങളിലും ഉണ്ട്. അതാണ് വ്യത്യാസം. നമ്മളാണെങ്കിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അതാണ് പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം. ജീവാത്മാവ് ഭഗവാന്റെ അംശമായതുകൊണ്ട് അതിനെ തടസ്സശക്തി എന്ന് പറയുന്നു, അല്ലേ? അതിനെ പരാശക്തി എന്ന് പറയുന്നു, അല്ലേ? പരാശക്തി അപരാശക്തി രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പരമാത്മാവ് ജീവാത്മാവ് ഭഗവാന്റെ അംശം, അമേ വാംശോ ജീവലോകേ ജീവഭൂത സനാതന, ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഭഗവാന്റെ പരാശക്തിയിൽ വരുന്നതാണ്. എന്നാൽ നമ്മുടെ പൊസിഷൻ നോക്കുമ്പോൾ തടസ്ഥ എന്ന് പറയും. തടസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ആ സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത, മിസ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം, ആ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ തടസ്സശക്തി ആയതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ആന്തരിക ശക്തിയിൽ ശരണം പ്രാപിക്കാം, അല്ലെങ്കിൽ ഭഗവാന്റെ ബഹിരാംഗ ശക്തിയിൽ ശരണം പ്രാപിക്കാം, അതായത് മായാശക്തിയിൽ. അപ്പോൾ എവിടെ വേണമെങ്കിലും പോകാനുള്ള അവസരമുണ്ട്. എന്നാൽ ഭഗവാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഭഗവാന്റെ കൂടെ, അതായത് ആന്തരിക ശക്തിയിൽ വരുവാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നു. നമുക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തെ നേരെ ഉപയോഗിച്ച്, വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ഭഗവാന്റെ ഭക്തരുമായിട്ട് ഉള്ള ആ സംഘത്തിലൂടെ, നാമജപത്തിലൂടെ, ഭക്തി സേവനങ്ങളിലൂടെ ഭഗവാനിലേക്ക് എത്തുവാനുള്ള വഴികൾ ഭഗവാൻ തുറന്നു കൊടുക്കുന്നു, അല്ലേ? ആക്ച്വലി അതാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം ശരിക്കും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഭഗവാൻ നമുക്ക് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം, അകത്തുനിന്നും പുറത്തുനിന്നും. അതാണ് പറയുന്നത്. അകത്തുനിന്ന് പരമാത്മാവിൻ്റെ പല ഇൻഡിക്കേഷൻസും നമുക്കുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും അത് കേൾക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെയും ആ ഒരു ഇൻറ്റൻസിറ്റി കൂടുതലായതുകൊണ്ട് ഭഗവാന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല, ഭഗവാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. അതായത് അറ്റാച്ച്മെൻറ്റ് വരുന്ന കാര്യങ്ങൾ ഭഗവാൻ എപ്പോഴും നമ്മളെ അതിൽ നിന്ന് പിൻവലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹം അത്രമാത്രം ഉള്ളതുകൊണ്ട് അത് പിന്നെ ഭഗവാൻ അവിടെ ഇരുന്ന് ഓക്കെ അത് ഉപദൃഷ്ട അനുമന്ത ചെയ്യരുത് എന്നുള്ള ഇൻഡിക്കേഷൻസ് ഭഗവാൻ തരുന്നുണ്ട്. പക്ഷേ കേൾക്കാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ട് അവസാനം ഭഗവാൻ അതിനെ സമ്മതിക്കേണ്ടി വരുന്നു. ഓക്കെ,
അത് ചെയ്തോളൂ, നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് ചെയ്തോളൂ, പക്ഷേ അതിൻ്റെ വരും വരായികൾ എങ്ങനെയാണ് എന്നുള്ള ഇൻഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് അകത്തുനിന്ന് പരമാത്മാവായിട്ടും പുറത്തുനിന്ന് ശാസ്ത്രത്തിൻ്റെ രൂപത്തിലും പറയുന്നു. ഭഗവത്ഗീത, ഭാഗവതം, അതേപോലെ ഗുരുജനങ്ങളിലൂടെ ഭഗവാൻ ഇത് പറയുന്നു. പക്ഷേ ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മുഴുവൻ ഉത്തരവാദിത്വം ആർക്കാണ് വരുന്നത്? ആ വ്യക്തിക്കാണ് വരുന്നത്. ഭഗവാനിൽ അതിൽ റോളില്ല. കാര്യം ഭഗവാൻ വേണ്ട രീതിയിലും പല രീതിയിലും മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് തയ്യാറല്ല എടുക്കാൻ എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഫുൾ റെസ്പോൺസിബിലിറ്റി ആക്ച്വലി നമുക്കുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ കർമ്മത്തിൻ്റെ ഒരേ ഒരു ഉത്തരവാദി നമ്മൾ തന്നെയാണ്. എന്ത് നമുക്ക് സംഭവിക്കുന്നു, കർമ്മത്തിൻ്റെ ലഗേജ് എങ്ങനെയാണോ നമുക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, എല്ലാം നമ്മുടെ ആക്ടിവിറ്റീസും നമ്മുടെ ആഗ്രഹങ്ങളെയും ആസ്പദമാക്കിയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കാര്യം ഇതെല്ലാം നടക്കുന്നത് ഈ ചെറിയൊരു സ്വാതന്ത്ര്യത്തിലാണ്. ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. അതിനെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞു. അവിടെയാണ് പ്രശ്നം വരുന്നത്. അവിടെ ആ മിസ്യൂസിങ് ആണ് നടക്കുന്നത്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ശാസ്ത്രമൊന്നും നോക്കാതെ ഭഗവാന്റെ വാക്കുകൾ കേൾക്കാതെ ചെയ്യുമ്പോഴാണ് ഈ കർമ്മബന്ധനങ്ങൾ പെട്ട് നമ്മൾ ഈ ലോകത്ത് വീണ്ടും വീണ്ടും ജനിക്കുന്നതും മരിക്കുന്നതും ഈ ചക്രത്തിൽ കറങ്ങി നടക്കുന്നത്. അതാണ്. ഇപ്പോൾ പരമാത്മാവ് ആക്ച്വലി ഭക്തരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അവരെ ഉപദൃഷ്ട അനുമന്ത അതിനപ്പുറത്ത് ഭഗവാന്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഉപദൃഷ്ട അനുമന്ത ജനറലായിട്ടുള്ള കാര്യമാണ്. എല്ലാ ജീവജാലങ്ങളും അദ്ദേഹം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാം നോക്കി കാണുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം നോട്ട് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അനുമന്ത പെർമിഷൻ തരുന്നുണ്ട്. ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഭക്തര വ്യത്യാസമില്ല. എന്നാൽ ഭക്തരാകുമ്പോൾ കുറച്ചും കൂടെ ഭഗവാൻ നേരിട്ട് പല ഇൻഡിക്കേഷൻസും തരും. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഭഗവാന്റെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ വരുമ്പോൾ പതുക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവദാ വർത്തമാനോപി ന സ ഭൂയോഭിജായതേ. ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവദാ വർത്തമാനോപി ന സ ഭൂയോഭിജായതേ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവദാ വർത്തമാനോ അഭിനാസ ഭൂയോ അഭിജായതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവദാ വർത്തമാനോപി ന സ ഭൂയോഭിജായതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ. വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭുജി. വിവർത്തനം. ഭൗതിക പ്രകൃതിയെയും ജീവസത്തയെയും പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെയും വിശദമായി അറിഞ്ഞവർക്ക് നിശ്ചയമായും മോക്ഷം ലഭിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ ലോകത്തിൽ അവർ വീണ്ടും ജനിക്കില്ല. ഭാവാർത്ഥം. ഭൗതിക പ്രകൃതി, വ്യക്തിഗതനായ ജീവാത്മാവ്, പരമാത്മാവ്, ഇവരുടെ പരസ്പര ബന്ധം എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് നേടിയവർ മുക്തിക്ക് അർഹരാണ്. ഭൗതിക പ്രകൃതിയിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതനാകാതെ പരവ്യോമത്തിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ജ്ഞാനത്തിന്റെ ഫലം. ജീവാത്മാവ് യാദൃച്ഛികമായി ഭൗതിക ജീവിതത്തിൽ വീണുപോയതാണെന്ന സത്യമറിയൽ തന്നെ ജ്ഞാനത്തിന്റെ ലക്ഷ്യം. പ്രാമാണികത്വമുള്ള മഹാപുരുഷന്മാരുടെയും ആധ്യാത്മിക ആചാര്യന്റെയും സഹവാസം കൊണ്ടും സ്വപ്രയത്നം കൊണ്ടും ഒരാൾക്ക് തന്റെ സ്ഥിതി മനസ്സിലാക്കാം. എന്നിട്ട് ഭഗവത് പ്രോക്തമായ ഗീതയുടെ നിഷ്കൃഷ്ടമായ പഠനം കൊണ്ട് ആധ്യാത്മിക ബോധം അഥവാ കൃഷ്ണാവബോധം ഉൾക്കൊള്ളാം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് വീണ്ടും ഭൗതിക ജീവിതം എടുക്കേണ്ടി വരില്ല. അവർക്ക് ആധ്യാത്മിക ലോകത്തിൽ സച്ചിദാനന്ദമയമായ ജീവിതം ലഭിക്കും. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു ഭഗവാൻ, യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ. ആരാണോ മനസ്സിലാക്കുന്നത് ഈ തത്വങ്ങൾ, അതായത് ഭൗതിക ലോകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഈ അറിവുകൾ, എന്ത് തത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത്? അതായത് ജീവാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്?
ജീവാത്മാവും പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവാത്മാവും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എങ്ങനെയാണ് വരുന്നത്, ജീവാത്മാവും പരമാത്മാവിലും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ഇതെല്ലാം പ്രോപ്പർലി മനസ്സിലാക്കുന്ന ഒരാൾ. പിന്നെ അതേപോലെ തന്നെ ഗുണങ്ങളെക്കുറിച്ച്, ത്രിഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ത്രിഗുണങ്ങളുമായിട്ട് ജീവാത്മാവ് സമ്പർക്കം വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു അതിനെക്കുറിച്ചുള്ള അപ്പോൾ കംപ്ലീറ്റ് അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഭഗവത്ഗീതയിലെ ഈ ജ്ഞാനം എല്ലാ സബ്ജക്ട്സും നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും മുക്തി അവർക്ക് നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. വീണ്ടും ഇവിടെ ജനിക്കേണ്ടി വരില്ല. കാര്യം ഈ അറിവുകൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഭഗവാനും നമ്മൾ റിലേഷൻ മനസ്സിലാക്കുന്നു, നമ്മളും മായയുമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ടെമ്പററി റിലേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നു എന്തുകൊണ്ട് നമ്മളിവിടെ അറ്റാച്ച്മെൻ്റ് ആയിട്ടിരിക്കുന്നു. ഈ ഗുണങ്ങളുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ വന്നപ്പോൾ നമുക്ക് ഇവിടെ ആകെ നമ്മൾ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്നും ഭഗവത്ഗീത പറയുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവസാനം ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മുക്തി നേടുന്നു. അതാണ് ഇപ്പോൾ ഭഗവത്ഗീത മനസ്സിലാക്കി അത് നമ്മൾ ജീവിതത്തിൽ ആചരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുക്തി നേടും എന്നുള്ളതിന് സംശയമില്ല. അതാണ് പറയുന്നത് ഇവിടെ. അറിവെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ കിട്ടുന്നു. പിന്നെ ഇവിടെ ജനിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ ചുരുക്കത്തിൽ പറയുന്ന ഒരു കാര്യം. അടുത്ത ശ്ലോകം. ധ്യാനേനാത്മനി പശ്യന്തി കേചിത് ആത്മാനമാത്മന. ധ്യാനേനാത്മാനി പശ്യന്തി കേചിത് ആത്മാനമാത്മന. അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ഹരേ കൃഷ്ണ. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മനാത്മന. അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മന. അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ച പരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ധ്യാനേനാത്മനി പശ്യന്തി കേചിത് ആത്മാനമാത്മന. അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥമാക്കിയോ? ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ചിലർ ധ്യാനം കൊണ്ട് പരമാത്മാവിനെ തങ്ങളിൽ തന്നെ കാണുന്നു. മറ്റു ചിലർ തത്വശാസ്ത്രമായ ചർച്ചകളിലൂടെയും ചിലർ നിഷ്കാമ കർമ്മയോഗം കൊണ്ടും പരമാത്മാവിനെ കണ്ടെത്തുന്നു. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ആത്മസാക്ഷാത്കാരത്തിനായുള്ള ഗവേഷണത്തിന്റെ കാര്യത്തിൽ ബദ്ധജീവാത്മാക്കൾ 2 തരക്കാരാണെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. നാസ്തികർക്കും അജ്ഞേയതാവാദികൾക്കും സംശയാലുക്കൾക്കും ആത്മീയ ബോധം ഉണ്ടാവില്ല. ആധ്യാത്മിക ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെ അന്തർമുഖരായ ഭക്തരെന്നും തത്വജ്ഞാനികളെന്നും ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുന്നവരെന്നും പറയാം. എപ്പോഴും അദ്വൈത സിദ്ധാന്തം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെയും നാസ്തികരുടെയും അജ്ഞേയതാവാദികളുടെയും കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്. പരമപുരുഷനായ ഭഗവാന്റെ ഭക്തന്മാർ മാത്രമാണ് ആത്മീയ ജ്ഞാനത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് പറയാം. ഈ ഭൗതിക പ്രകൃതിക്കപ്പുറം ആധ്യാത്മിക ലോകവും സർവ്വജീവികളിലും പരമാത്മരൂപേണ വാണരുളുന്ന സർവവ്യാപിയായ ഭഗവാനുമുണ്ട് എന്ന് അവർക്കറിയാം. തീർച്ചയായും ജ്ഞാനാർജനം കൊണ്ട് നിരപേക്ഷ തത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെയും വിശ്വാസികളിൽ പെടുത്താം. സാഖ്യ സിദ്ധാന്തത്തിൽ ഭൗതിക പ്രപഞ്ചത്തെ 24 ഘടകങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. 25ാമത്തെ ഘടകം ജീവാത്മാവാണെന്ന് അവർ കരുതുന്നു. ഭൗതിക ഘടകങ്ങൾക്ക് അതീതമാണ് വ്യക്തിഗതനായ ജീവാത്മാവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ജീവാത്മാവിനുപരി പരമാത്മാവുണ്ടെന്നും അവർക്ക് ബോധ്യമാവും. 26ാമത്തെ ഘടകമാണത്. അങ്ങനെ അവരും ക്രമേണ കൃഷ്ണാവബോധത്തിലെ ഭക്തിയുത സേവനത്തിന്റെ നിലയിൽ എത്തിച്ചേരുന്നു. ഫലാപേക്ഷ കൂടാതെ കർമ്മം ചെയ്യുന്നവരും മനോഭാവത്തിൽ ശരിയായ മാർഗത്തിൽ തന്നെയാകുന്നു. കൃഷ്ണാവബോധത്തിലെ ഭക്തിസേവന നിലയിലേക്ക് ഉയരാൻ അവർക്ക് ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ധ്യാനത്തിലൂടെ പരമാത്മാവിനെ അന്വേഷിക്കുന്ന ചില വിശുദ്ധ പ്രജ്ഞരുണ്ട്. അവർ സ്വന്തം ഹൃദയത്തിൽ തന്നെ പരമാത്മാവിനെ ദർശിക്കുമ്പോൾ അതീന്ദ്രിയ അവസ്ഥയിലെത്തുന്നു. ചിലർ ജ്ഞാനം വർജിച്ചുകൊണ്ടും മറ്റു ചിലർ ഹഠയോഗാനുഷ്ഠാനം കൊണ്ട്
ബാലിശങ്ങളായ പ്രവൃത്തികൾ ചെയ്തും ഭഗവത് പ്രീതി നേടാൻ ശ്രമിച്ചു പോരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ പറയുന്നു, ചില ആളുകൾ, ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 25ാമത്തെ ശ്ലോകത്തിൽ വേറെ മാർഗങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതായത് ഭഗവാന്റെ അടുത്ത് പോകാനുള്ള മാർഗങ്ങൾ, അല്ലെങ്കിൽ ഈ മാർഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പുള്ള അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പരമാത്മാവിനെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുവാനുള്ള മാർഗങ്ങൾ, പല ടൈപ്പ് ഓഫ് മാർഗങ്ങളുണ്ട്, പ്രോസസ്സുകളുണ്ട് എന്നുള്ളത് പറയുന്നു. ആദ്യം പറയുന്നു ധ്യാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ധ്യാനേനാത്മാനി പശ്യന്തി കേചിത് ആത്മന അന്യ സാഖ്യേന യോഗേന കർമ്മയോഗേന. 3 കാര്യങ്ങളാണ് പറയുന്നത്. 1 ധ്യാനയോഗം അല്ലെങ്കിൽ അഷ്ടാംഗയോഗം, 2 സാഖ്യയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗം, 3 നിഷ്കാമ കർമ്മയോഗം. ഇത് 3 നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സിൽ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുള്ളതാണ്. നിഷ്കാമ കർമ്മയോഗം എന്താണെന്നുള്ളതും സാഖ്യയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗം, ഇത് ശരിയായിട്ടുള്ള സാഖ്യയോഗം, അല്ലാതെ മറ്റേ വേറൊരു കപിലൻ്റെ സാഖ്യമല്ല. ഇത് ഒറിജിനൽ സാഖ്യ അല്ലെങ്കിൽ ജ്ഞാനയോഗം, ഭഗവാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സ് ആണ് ജ്ഞാനയോഗം. 3 ധ്യാന അഷ്ടാംഗയോഗം. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുള്ള കാര്യമാണ് ഇതിനു മുമ്പ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പരമാത്മാവിനെ നോക്കി കാണാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കുവാനുള്ള ഓരോ വഴികളാണ് എന്ന് പറയുന്നു. ശിലപ്രഭാജി അതിനെക്കുറിച്ച് ഭാവത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഇതിനു മുമ്പ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ സാഖ്യ ഫിലോസഫി പ്രകാരം 24 മൂലകങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 25ാമത്തെ മൂലകമല്ലാതെ ഭൗതിക മൂലകമല്ല, എന്നാലും 25ാമത്തെ ഐറ്റമായിട്ട് പറയുന്നു ആത്മാവ്. 26ആയിട്ട് പരമാത്മാവും. ആത്മാവും പരമാത്മാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ 24 ഐറ്റം എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിലെ എല്ലാ എലമെൻസും അവിടെ വന്നു. ഇനി പിന്നെ ജീവാത്മാവും പരമാത്മാവും ഉണ്ട്, 25ഉം 26ഉം. അപ്പോൾ ഈ ജീവാത്മാവും പരമാത്മാവും ഭൗതിക ലോകത്തിലെ ഈ എലമെൻസും, അതായത് ഭൗതിക പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ 24 മൂലകങ്ങളും അതിൽ വന്നു. ഭൗതിക പ്രകൃതിയായി ജീവാത്മായോ പരമാത്മായോ. അപ്പോൾ ഇവരും 3 തമ്മിലുള്ള ഇൻട്രാക്ഷൻസും 3 തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ആ റിലേഷനും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നമ്മൾ ശരിയായിട്ടുള്ള അറിവ് നേടി അവസാനം അവർ ഭക്തി യോഗത്തിലേക്ക്, കൃഷ്ണാവബോധത്തിലേക്ക് വരുന്നു. അതാണ് സാഖ്യക്കാരുടെ വഴി അങ്ങനെയാണ്, അല്ലെങ്കിൽ ജ്ഞാന യോഗ പ്രോസസ്സ് അങ്ങനെയാണ്. നിഷ്കാമ കർമ്മയോഗം അറിയാൻ നമ്മൾ കർമ്മം ചെയ്ത് അതിൻ്റെ ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മം, അവിടെ അതും അവസാനം ഭക്തിയിലേക്ക് കലാശിക്കുന്നു. പിന്നെ ആദ്യം പറഞ്ഞിട്ടുള്ള നമ്മുടെ ധ്യാനയോഗവും ഭഗവാനെ പരമാത്മാവിനെ ധ്യാനിക്കുന്ന കാര്യം, അതിനുള്ള പ്രോസസ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വേറെ മാർഗങ്ങളാണ് എന്നുള്ളത് ഭഗവാൻ ഒന്നും കൂടെ അർജുനനെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ശ്ലോകം. അന്യേത്വ ഏവം അജാനന്ത ശ്രുത്വാൻ യേഭ്യ ഉപാസത്തെ തേപി ചാതീതരന്ത്യേവ മൃത്യും ശ്രുതി പരായണ. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. അന്യേ ത്വേവമജാനന്ത ശ്രുത്വാ നേഭ്യ ഉപാസതേ തേപി ചാതീതരന്ത്യേവ മൃത്യും ശ്രുതിപരായണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അന്യേ തേ ഏവമജാനന്ത ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേ അപി ചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. അന്യേ ത്വേവം അജാനന്ത ശ്രുത്വാന്യേഭ്യോ ഉപാസതേ തേ അപി ചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അന്യേ തു ഏവം അജാനന്ത ശ്രുത്വാനേഭ്യ ഉപാസതേ തേഭി ചാതീതരന്ത്യേവ മൃത്യും ശ്രുതിപരായണഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അന്യേ അവമജാനന്ത ശ്രുത്വാനേഭ്യ ഉപാസതേ തേ അഭിച അതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണഃ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി.
Vivartanam and Bhavatam. By His Divine Grace, A.C. Bhaktivedanta Swami Prabhupada, Srila Prabhupada ki jai. വിവർത്തനം. പിന്നെയും ചിലരുണ്ട് വേണ്ടത്ര ആധ്യാത്മിക ജ്ഞാനമില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്നും ഭഗവത് ചരിതം കേട്ടറിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയവർ. പ്രമാണികരിൽ നിന്ന് കേൾക്കുന്നതിൽ ഔത്സുക്യമുള്ളതുകൊണ്ട് അവരും ജന്മമരണങ്ങൾക്കപ്പുറം കടക്കുന്നു. ഭാവാർത്ഥം. ആധുനിക സമൂഹത്തിന് പ്രത്യേകിച്ചും ബാധകമാണ് ഈ ശ്ലോകത്തിലെ വിഷയം. ഇന്നത്തെ സമൂഹത്തിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമേ ഇല്ല. നിരീശ്വരരായും അജ്ഞേയവാദികളായും തത്വചിന്തകരായും ചിലരെ കണ്ടേക്കാം. വാസ്തവത്തിൽ അവർക്ക് തത്വജ്ഞാനത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധാത്മാക്കളാണെങ്കിൽ അവർക്ക് ശ്രവണ പ്രക്രിയയിലൂടെ മുന്നോട്ടു പോകാൻ കഴിയും. സുപ്രധാനമാണ് ഈ ശ്രവണ പ്രക്രിയ. ആധുനിക ലോകത്തിൽ കൃഷ്ണാവബോധം പ്രചരിപ്പിച്ച ചൈതന്യ മഹാപ്രഭു ശ്രവണ പ്രക്രിയയ്ക്ക് അതിപ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത്. ആധികാരിക സ്രോതസ്സിൽ നിന്ന് കേൾക്കുന്നത് കൊണ്ടും വിശേഷിച്ച് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം ഉരുവിടുന്നതിന്റെ അതീന്ദ്രിയ സ്പന്ദനം കേൾക്കുന്നത് കൊണ്ടും സാധാരണക്കാരന് പുരോഗമിക്കാൻ സാധിക്കുമെന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അഭിപ്രായം. അതുകൊണ്ട് ആത്മീയ സാക്ഷാത്കാരം നേടിയവരിൽ നിന്ന് കേൾക്കാനുള്ള അവസരങ്ങൾ ആരും ഒരിക്കലും പാഴാക്കരുത്. എന്നാൽ ക്രമേണ അവർക്ക് ശരിയായ ജ്ഞാനം നേടാം. അപ്പോൾ ഭഗവാനെ ആരാധിക്കണമെന്ന് തീർച്ചയാണ്. ഇക്കാലത്ത് ആരും തങ്ങളുടെ നിലപാട് ഉപേക്ഷിക്കേണ്ടതില്ലെന്നും പരമസത്യത്തെ ഊഹാപോഹങ്ങളാൽ സമർത്ഥിക്കുവാനുള്ള ശ്രമമാണ് ഉപേക്ഷിക്കേണ്ടതെന്നും ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു. ഭഗവാനെ കുറിച്ച് അറിയുന്നവരുടെ സേവകനാവാൻ ഓരോരുത്തരും പഠിക്കണം. ഒരു വിശുദ്ധ ഭക്തനിൽ അഭയം പ്രാപിക്കാനും അദ്ദേഹത്തിൽ നിന്ന് ആത്മസാക്ഷാത്കാരത്തെ പറ്റി പഠിക്കാനും അദ്ദേഹത്തെ പിന്തുടരാനും ഭാഗ്യമുണ്ടായ മനുഷ്യൻ ക്രമേണ ഒരു ശുദ്ധ ഭക്തന്റെ നിലയിലേക്ക് ഉയർത്തപ്പെടും. ഈ ശ്ലോകം ശ്രവണ പ്രക്രിയ ശക്തിയുക്തം നിർദ്ദേശിക്കുന്നു. ഇത് സമുചിതമാണു താനും. ഒരു സാധാരണ മനുഷ്യന് തത്വചിന്തകരുടെ കഴിവുകളില്ലെങ്കിലും പ്രാമാണികനായ ഒരാളിൽ നിന്ന് വിശ്വാസപൂർവ്വം കേട്ട് ഗ്രഹിക്കുന്ന കാര്യങ്ങൾ അയാളെ ഭൗതിക ജീവിതത്തെ അതിക്രമിച്ച് സ്വഭവനമായ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സഹായിക്കും. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ മൂന്ന് വഴികൾ, ധ്യാനയോഗം, സാഖ്യയോഗം, നിഷ്കാമകർമ്മയോഗം. ഓക്കെ, അപ്പോൾ അതിലൂടെ അവസാനം ഭക്തിയോഗത്തിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? ധ്യാനയോഗത്തിലൂടെ ഫൈനലി ഭക്തിയോഗത്തിലേക്ക് കലാശിക്കുന്നു. ജ്ഞാനയോഗം, സാഖ്യയോഗവും അതേപോലെ തന്നെ നിഷ്കാമ കർമ്മയോഗവും എല്ലാം ഭക്തിയോഗത്തിലേക്ക് അവസാനം വരുന്നു. എന്നാൽ ഈ കാറ്റഗറിയിലൊന്നും പെടാത്ത കൂട്ടർ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു ഭക്തിയിലേക്ക് അവർ വരുന്നത് എങ്ങനെയാണ്? കേൾക്കുന്നത് കൊണ്ട്, ശ്രവണത്തിലൂടെ. മനോഹരം, അതിമനോഹരമാണ്. ഇവിടെ പറയുന്നു, അതാണ് പറയുന്നത്, അവർ ശ്രുതി പരായണ, അതായത് ആധികാരികമായിട്ടുള്ള വ്യക്തികളിൽ നിന്ന്, വരിഷ്ഠരായിട്ടുള്ളവരിൽ നിന്ന്, അവരിൽ നിന്ന് നമ്മൾ ഭഗവാനെക്കുറിച്ച് ഭക്തിയുത സേവനങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ശ്രുതി പരായണ, അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മളത് കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അങ്ങനെയുള്ളവർക്കും ഈ ജന്മമൃത്യു ജരാവ്യാധി ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാര്യം ഈ ശ്രവണം എന്ന് പറയുന്നതാണ് തുടക്കം. ആ ശ്രവണത്തിലൂടെ നമുക്ക് പതുക്കെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങും. ശ്രവണത്തിലൂടെ കീർത്തനത്തിലേക്ക് എത്തും, കീർത്തനത്തിലൂടെ സ്മരണത്തിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ ഭക്തരായി മാറുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് പ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇന്നത്തെ കാലത്ത് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു നല്ലൊരു ആത്മാവ് ആണെങ്കിൽ, അതായത് അധികം കണ്ടാമിനേഷൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ, കുറച്ച് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളോട് ഒരു ചെറിയൊരു ഇൻക്ലിനേഷനുള്ള ആളാണെങ്കിൽ, അങ്ങനെയുള്ളവർ കേൾക്കുക, ശ്രവണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ കേൾക്കാൻ, ആരെങ്കിലും ഭഗവാനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, അല്ല അതിനുള്ള യോഗ്യതയുള്ള ആളുകൾ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കുവാൻ പഠിക്കുന്നു, കേൾക്കുവാനുള്ള ഇൻട്രസ്റ്റ് എടുക്കുന്നു, എന്നിട്ട് അത് കേൾക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരുടെയും കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് അല്ലേ? നമുക്ക് എന്തോ ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഭക്തിയിലോ അല്ലെങ്കിൽ ഭഗവാനോടോ എന്തോ തോന്നിയിട്ടായിരിക്കും. ഇനീഷ്യൽ ഒരു ഫെയ്ത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിലേക്ക്, ഈ ഒരു മാർഗത്തിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ? അങ്ങനെ വന്നു,
വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്നു, കൂടുതൽ കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു. അങ്ങനെ കേട്ട് കേട്ട് നമ്മൾ സ്ട്രോങ് ആവുന്നു, അല്ലേ? അങ്ങനെ ശ്രവണമാണ് പിന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ശ്രവണമാണ് എല്ലാത്തിനും തുടക്കവും. ശ്രവണമാണ് നമ്മളെ ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നത് ഭക്തിയിൽ. ശ്രവണം കുറയുമ്പോൾ നമ്മുടെ ഭക്തി ശക്തി കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം നമുക്ക് അത്രമാത്രം കണ്ടാമിനേഷൻസ് ഉണ്ട്. ജന്മജന്മാന്തരങ്ങളിലെ ആ ഒരു കണ്ടാമിനേഷൻ നമ്മൾ കർമ്മങ്ങൾ കൊണ്ട് നടക്കുവാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ക്ലീനിങ് ആയിട്ട് കൊണ്ടിരിക്കണം. അത് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. കാര്യം വീണ്ടും വേറെയും കുറേ സാധനങ്ങൾ വന്ന് നിറയും. നമ്മൾ താമസിക്കുന്ന വീട് ശരിക്കും വൃത്തിയാക്കി സൂക്ഷിച്ചില്ലെങ്കിൽ, ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ അറ്റ്ലീസ്റ്റ് നമ്മൾ വൃത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ അഴുക്ക് കൂടും, അല്ലേ? അത് 2 ആഴ്ച കൂടുമ്പോഴും 3 ആഴ്ച കൂടുമ്പോഴേ ചെയ്യുന്നുള്ളൂ വെച്ചാലോ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ അതേപോലെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ ഭഗവാനെക്കുറിച്ച് കേട്ടില്ലെങ്കിൽ, നിരന്തരം ആ ശ്രവണമില്ലെങ്കിൽ അഴുക്ക് വന്ന് കൂടും. അഴുക്ക് വന്ന് കൂടുമ്പോൾ പിന്നെ വീണ്ടും പണി കൂടുതലാണ് അത് മാറ്റിക്കളയാൻ. അതുകൊണ്ട് നിരന്തരം ശ്രവണം ആവശ്യമാണ്. ഈ ശ്രവണമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ശ്രവണം ഉള്ളത് കൊണ്ടാണ് നമുക്ക് നാമം ജപിക്കാൻ പറ്റുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. അപ്പോൾ ശ്രവണം ഉണ്ടെങ്കിൽ നാമം ചൊല്ലുന്നതും നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ചൊല്ലി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ നാമജപത്തിന് ശക്തി ഉണ്ടാവില്ല. ശക്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമത്തിന് ശക്തിയുണ്ട്, നമ്മുടെ ഫോക്കസും കോൺസെൻട്രേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും കംപ്ലീറ്റ്ലി വ്യത്യാസം ഉണ്ടാവും. എന്നാൽ കൂടുതൽ കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ നാമത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി കൂടും. നമ്മൾ ചൊല്ലുന്ന നാമത്തിൻ്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും കൂടുന്നു. അപ്പോൾ ശ്രവണത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ ശ്രീല പ്രഭുപാദി ഭാവത്തിൽ എടുത്തു പറയുന്നു. ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത്, ശ്രവണത്തിൻ്റെ ശക്തി. ശ്രീ ചൈതന്യ മഹാപ്രഭു അതുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ ബാക്കി ഭാഗവതം ബാക്കിയെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ശ്രവണം ആവശ്യമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് പ്രചരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇവിടെ പറയുന്നു പ്രഭുജി, വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തനിൽ നിന്ന് നമുക്ക് ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ളൊരു അവസരമുണ്ടെങ്കിൽ അത് ഒരിക്കലും പാഴാക്കി കളയരുത്. അത് പാഴാക്കി കളയുന്നത് നമുക്ക് നഷ്ടമാണ് ശരിക്കും. കാര്യം ആ കുറച്ച് സമയം അവരുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ, അവരിൽ നിന്ന് ഭഗവാനെക്കുറിച്ച് കേൾക്കുകയാണെങ്കിൽ, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ക്ലെൻസിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആ കൃഷ്ണകഥയിൽ ഇരിക്കുന്ന സമയത്ത് കൃഷ്ണനെക്കുറിച്ചുള്ള ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെവിയിലൂടെ നമ്മൾ കേൾക്കുന്നു. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു, മനസ്സിലേക്ക് വരുന്നു. അത് ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കൂടുതലാണ്. ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ പോലും അതിന് ശക്തിയുണ്ട്. ക്ലാസ്സിലിരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും അതിനും ഒരു ശക്തിയുണ്ട്. എന്നാൽ ആ ഒരു ശക്തി പക്ഷേ ശ്രദ്ധയോടെ കൂടി കേൾക്കുന്നതിനുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ശ്രദ്ധയോടെ കൂടി കേൾക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസമുണ്ട്. കാര്യം ആ ഒരു അറ്റ്മോസ്ഫിയർ സ്പിരിച്വലാണ്, അല്ലേ? നമ്മൾ വേറെ ഒന്നും ചർച്ച ചെയ്യുന്നില്ല, ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സത്സംഗം എന്ന് പറയുന്നത് അതാണ് സത്സംഗം, വേറൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ബെനിഫിറ്റാണ്, എല്ലാവർക്കും. എന്തിനു പറയണം സത്സംഗത്തിലിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച്? ഇനി ജീവജാലങ്ങൾ പറന്ന് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അവർക്ക് പോലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ ചൊല്ലുന്ന നാമം, നമ്മൾ കൃഷ്ണകഥകൾ പറയുന്നതൊക്കെ. കാര്യം ഒരുപാട് ചെറിയ ചെറിയ ജീവജാലങ്ങളുണ്ട്, അതിലും ആത്മാവുണ്ടല്ലോ. അത് നമ്മൾ മനസ്സിലാക്കണം, ആത്മാവുണ്ട്. അപ്പോൾ അവരുടെ കേൾവി ശക്തി എങ്ങനെയാണോ, അവരുടെ കാഴ്ചശക്തി എങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആത്മാവ് ആക്റ്റീവായിരിക്കും, അല്ലേ? ആത്മാവ് ആക്റ്റീവായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കൃഷ്ണകഥയും ഹരിനാമവും ഒക്കെ അവർക്കും അതിനുള്ള എഫക്റ്റ് കിട്ടുന്നു, ബെനിഫിഷ്യലാണ്. അപ്പോൾ എല്ലാവർക്കും ബെനിഫിഷ്യലാണ്. അതാണ് കൃഷ്ണകഥ, അതാണ് ശ്രവണം കീർത്തനത്തിൻ്റെ ശക്തി. ഇപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിലൂടെ ഭഗവാൻ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ശ്രീല പ്രഭുപാദി വീണ്ടും സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയുന്നു, ശ്രവണത്തിൻ്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന, തുളസിയിൽ വെള്ളം ഒഴിക്കുന്ന പോലെ നമ്മളെന്നും ഭഗവാനെക്കുറിച്ച് കേട്ടിരിക്കണം. അതിനുവേണ്ടി സമയം നമ്മൾ മാറ്റിവെക്കണം. കേൾവി എന്ന് പറയുന്നത്, ശ്രവണം എന്ന് പറയുന്നത് വായിക്കുന്നതും രണ്ട് പ്രോസസ്സും ആക്ച്വലി പലപ്പോഴും നമുക്ക് ഒരേ
ശ്രേണിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വ്യത്യാസം കൂടെയുണ്ട്. ഓക്കെ, ശ്രവണം തന്നെയാണ്. നമ്മളിപ്പോൾ പ്രഭുപാദിൻ്റെ ബുക്ക് എടുത്ത് വായിക്കുകയാണ്. ഓക്കെ, ഭാഗവതം വായിക്കുമ്പോൾ ശ്ലോകം ബൈ ശ്ലോകം വായിക്കുന്നു. പ്രഭുപാദ് എന്ത് പറയുന്നു? ആക്ച്വലി പ്രഭുപാദ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മളത് കേൾക്കുന്നു. ഓക്കെ, വെരി ഗുഡ്, സംശയമില്ല. എന്നാൽ അതേ കാര്യം തന്നെ ഒരു വരിഷ്ഠനായിട്ടുള്ള ഭക്തനിൽ നിന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ശക്തി കുറച്ചും കൂടെ കൂടുതലാണ്. അതേ സബ്ജക്റ്റ് നമ്മൾ വായിക്കുമ്പോഴും ഒരു വരിഷ്ഠനായിട്ടുള്ള ഭക്തനിൽ നിന്ന് കേൾക്കുമ്പോഴും അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിൻ്റെ ശക്തി, പൊട്ടൻസിക്ക് പവർ കൂടുതലുണ്ട്. കാര്യം ഒന്ന്, ആ വ്യക്തി പരിശുദ്ധരായിട്ടുള്ള ഭക്തനാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ആ വ്യക്തിയുടെ റിയലൈസേഷൻസും ആ വ്യക്തിയുടെ നമ്മളോടുള്ള കാരുണ്യവും അല്ലെങ്കിൽ ആ ഒരു പ്യൂരിറ്റി, ആ വ്യക്തിയുടെ പ്യൂരിറ്റിയും കേൾക്കുന്ന ആൾക്ക് എഫക്റ്റീവ് ആവും. നമ്മൾ തന്നെ വായിക്കുമ്പോൾ അത് കിട്ടില്ല. പിന്നെ ആ വ്യക്തിയുടെ റിയലൈസേഷൻസ് അല്ലെങ്കിൽ വേറെ ആചാര്യന്മാരുടെ റിയലൈസേഷൻസോ പ്രഭുപാദ് നമ്മൾ വായിക്കുമ്പോൾ പ്രഭുപാദ് പറയുന്നത് ഓക്കെ, ഈ പോയിൻ്റ് ഓക്കെ മനസ്സിലായി, ഓക്കെ പ്രഭുപാദ് പറയുന്നതും നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്ത് നോക്കിയാൽ. പക്ഷേ നല്ലൊരു ഭക്തൻ അല്ലെങ്കിൽ വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തനിൽ നിന്ന് അതേ ഭാവാർത്ഥം തന്നെ വായിച്ചു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിൻ്റേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, ആ വ്യക്തിക്ക് 10 പോയിൻ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് ബെനിഫിറ്റ് ആണോ? തീർച്ചയായിട്ടും ബെനിഫിറ്റാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെയുണ്ടായിരുന്നു, ഓഹോ ശരിയാണല്ലോ, ഇങ്ങനെയുണ്ടല്ലോ, ഓഹോ കറക്റ്റാണ്, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഒരു കാര്യം വരുന്നു. സോ അതാണ് റിയലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷനുള്ള വ്യക്തികളിൽ നിന്ന് അതേ കാര്യം തന്നെ കേൾക്കുമ്പോൾ അതിന് ശക്തി കൂടുതലാണ്. അതുകൊണ്ട് ശ്രവണം നമുക്കൊരിക്കലും അല്ലെങ്കിൽ റീഡിങ്ങുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, റീഡിങ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ശ്രവണം വേണ്ട എന്ന് പറയുന്നതും രണ്ടും വേണം. റീഡിങ് ആവശ്യമാണ്, ശ്രവണം ആവശ്യമാണ്, ജപം ആവശ്യമാണ്. ഇതെല്ലാം നമ്മൾ കുറച്ച് ചെയ്ത് ഇത് വെള്ളം ഒഴിക്കുന്ന പോലെ, നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ, ഭക്ഷണം കഴിക്കുന്ന പോലെ, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോലെ, നമ്മുടെ ശരീരത്തിന് വെള്ളം ആവശ്യമുണ്ട്, ഭക്ഷണം ആവശ്യമുണ്ട്, അല്ലേ, നിലനിന്ന് പോകാൻ വേണ്ടി. അതേപോലെ തന്നെയാണ് ഭക്തിലത ബീജത്തിന് നമ്മൾ ശ്രവണവും കീർത്തനവും ഇതെല്ലാം ആവശ്യമാണ്. ഇല്ലെങ്കിൽ അത് വളരില്ല. അത് നിരന്തരം നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കുക. പക്ഷേ ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ചെടികൾ ഒരു ലിമിറ്റിനപ്പുറത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് താങ്ങാൻ പറ്റില്ല, പിന്നെ അത് ഓവറാവും അതിന്, അല്ലേ? ചെടി ചിലപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും നമ്മൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഫ്ലാറ്റ്സിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. നമുക്ക് തുളസി പോലുള്ള നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ, ബാൽക്കണിയിൽ വെക്കുമ്പോഴോ, അപ്പോൾ അത് ചട്ടിയിൽ വെക്കേണ്ടി വരും. ചട്ടിയിൽ വെക്കുമ്പോൾ അതിന് വളരാനുള്ള ഒരു എന്താ പറയുക, ഓപ്പർച്യൂണിറ്റി കുറവാണ് ആക്ച്വലി, അല്ലേ? അതിന് അത്രയും സ്പേസ് ഇല്ല. എന്നാൽ നമ്മൾ ഒരു മുറ്റത്ത് തുളസി നടുവാണെങ്കിൽ, വേറെ ഏതെങ്കിലും ചെടികൾ നടുവാണെങ്കിൽ അതിന് സുഖമായിട്ട് പടർന്ന് നല്ല രീതിയിൽ വളരാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും വെള്ളം ആവശ്യമുള്ളതെടുത്ത് ബാക്കി വേറെ മണ്ണിൽ പോയി വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ ചട്ടിയിൽ ഒഴിക്കുന്ന വെള്ളം പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് അതിലേക്ക് മാത്രം ഒഴിക്കുന്നതുകൊണ്ട് കുറച്ച് ആവശ്യത്തിനും കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ആക്ച്വലി തുളസിയുടെ കളറൊക്കെ മാറും. ചിലപ്പോൾ വെളുത്ത കളറാവും, ഇലകൾ കൊഴിയും, അല്ലേ? ഇങ്ങനെ കാണാം. വെള്ളം കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രോബ്ലമാണ്. എന്നാൽ ഭക്തിലതാ ബീജത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. ഭക്തിലതയ്ക്ക് കുറയുന്നൊരു പ്രശ്നമേ വരുന്നില്ല. എത്ര ഒഴിച്ചു കൊടുത്തോളൂ അത്രയും നല്ലതാണ്. വാടുന്ന പ്രശ്നവുമില്ല, ഇല കൊഴിയുന്ന പ്രശ്നവുമില്ല. എത്ര കൂടുതൽ നമുക്ക് ഒഴിക്കാൻ പറ്റുന്നോ അത്രയും ഒഴിച്ചു കൊടുക്കുക. അതായത് എത്ര കൂടുതൽ നമ്മൾ കേൾക്കാൻ പറ്റുന്നു, എത്ര കൂടുതൽ വായിക്കാൻ പറ്റുന്നു, കൂടുതൽ ജപിക്കാൻ പറ്റുന്നു, കൂടുതൽ ഭക്തി സേവനങ്ങൾ ചെയ്യാൻ പറ്റും, അതെല്ലാം അതിലേക്ക് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. സോ അത് ഒരിക്കലും കുറയില്ല. എത്രയും ചെയ്യുന്നു അത്രയും നല്ലതാണ്. അങ്ങനെ അവസാനം പ്രഭുപാജിയുടെ ഭാവാർത്ഥത്തിൻ്റെ അവസാന വരിയിൽ പറയുന്നതാണ്. അങ്ങനെ വളരെ വിശ്വാസത്തോടുകൂടി ആധികാരികമായിട്ടുള്ള ആളുകളിൽ നിന്ന് ഭക്തിയെക്കുറിച്ചുള്ള, ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭൗതിക ലോകത്തിലെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും സാധിക്കും. ശ്രവണത്തിന് അത്രമാത്രം ശക്തിയാണുള്ളത്. ബാക്കിയെല്ലാം ശ്രവണം കൊണ്ടുവരുന്നു.
നേരത്തെ പറഞ്ഞ ധ്യാനയോഗത്തിലൂടെയും ജ്ഞാനയോഗത്തിലൂടെയും നിഷ്കാമ കർമ്മയോഗത്തിലൂടെയും ഭക്തിയോഗത്തിലേക്ക് എത്തിയത് ശ്രവണത്തിലൂടെ ഡയറക്റ്റ്ലി അവിടെ എത്താൻ സാധിക്കും ഭക്തിയോഗത്തിലേക്ക്. അത്ര ശക്തിയാണ് അതിനുള്ളത്. ഓക്കെ, സോ പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഇന്ന് ഇവിടെ ക്ലോസ് ചെയ്യാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ശ്രവണം നന്നായി നടക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനും കൂടുതൽ ഭക്തി സേവനങ്ങൾ ചെയ്യുവാനും നമ്മളെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാമ രാമ ഹരേ ഹരേ. श्री भगवद गीता की जय. जगतगुरु श्रीला प्रभुपाद की जय. श्रील गुरुदेव की जय. शचीनंदन श्री गौर हरि की जय. निताय गौर प्रेमानंद. थैंक यू. हरे कृष्णा.